നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടുന്ന് കഴിച്ചൂടെ ഇന്ദ്ര? സദ്യ കഴിക്കാതെ നീ എന്നെ നിരാശപ്പെടുത്തി. പ്ലീസ് ഇന്ദ്ര. എന്തിനാ ഹർഷ വെറുതെ? വീട്ടിലുള്ളവരെന്ത് വിചാരിക്കും? അവരെന്ത് വേണേലും വിചാരിക്കട്ടെ. ഇന്ദ്രൻ തനിച്ചല്ലല്ലോ, അമ്മയില്ലേ ഇവിടെ? വാ ഇന്ദ്ര, വാ. വന്ന ദിവസം തന്നെ എനിക്ക് നിന്റെ മുറിയിൽ കിടക്കാൻ തോന്നിയത് ഭാഗ്യം. ചേച്ചിമാരുടെ കൂടെ ആയിരുന്നെങ്കിൽ എനിക്ക് ഏതു നേരവും കണ്ണീരും കയ്യുമായിട്ട് കഴിയേണ്ടി വന്നേനെ. ഞാൻ കോളേജിൽ പോയ ചേച്ചിക്ക് എന്റെ മുറി സ്വന്താക്കാം. ഞാൻ വല്ലപ്പോഴല്ലേ വരൂ. ആ, ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ നന്നായിരുന്നു. ഞാനും മോനും അല്ലേ കാണൂ. പക്ഷെ നീ പോയാ ചീരുവെച്ചി 2 കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനിടയുണ്ട്. അത് ശരിയാ. ചിലപ്പോഴൊക്കെ ചീരിച്ചേച്ചി മുറിയിൽ വന്ന് കിടക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ പ്രഗ്നന്റ് ആയ ശേഷം അനുചേച്ചിയായിട്ട് വലിയ കൂട്ട്. ഈ ചീരുവെച്ചി എന്ത് മണ്ടത്തരാ കാണിച്ചത്? വിനയേട്ടനെ വെറുപ്പോ അറപ്പോ ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു അബദ്ധത്തില് ചെന്ന് ചാടിയില്ലേ? ആ, അച്ഛനറിയാതെ നശിപ്പിക്കാൻ ചീരിച്ചേച്ചി അനുചേച്ചിയും കുറെ ശ്രമിച്ചതാ. അപ്പോഴേക്കും വിനയേട്ടൻ എങ്ങനെയോ മണത്തറിഞ്ഞു. അതോടെ എല്ലാ രഹസ്യവും പുറത്തായി. ഇപ്പോഴും വൈകിട്ടില്ലല്ലോ. അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടല്ലേ? ചീരുവച്ചയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആരെയും വകവയ്ക്കാതെ ഉറച്ച തീരുമാനം എടുത്തേനെ. ചേച്ചിയുടെ ധൈര്യം ഇവിടെ ആർക്കുമില്ല. ശബരിയേട്ടന്റെ വീട്ടിൽ നിന്ന് ഉടക്കി വന്നിട്ട് ഇപ്പോഴും ഒരു കുലുക്കില്ലാതെ